നമസ്കാരം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം സംബന്ധിച്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സർവ്വ മേഖലകളിലും പ്രാധാന്യം നൽകിക്കൊണ്ട് മന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടായില്ല എന്നും നമുക്കറിയാം. സംസ്ഥാനത്ത് 62 ലക്ഷത്തിന് മുകളിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത്. കൃത്യമായി എല്ലാ മാസവും ഇപ്പോൾ 1600 രൂപ വീതം വിതരണം ചെയ്യുന്നുമുണ്ട്. എന്നാൽ 100 രൂപയെങ്കിലും പെൻഷൻ വർധനവ് ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു സംസ്ഥാനത്തെ 62 ലക്ഷത്തിന് മുകളിൽ വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളും വിചാരിച്ചിരുന്നത്. കൃത്യമായി തന്നെ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുടിശ്ശികയുള്ള പെൻഷൻ തുകയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്ത് ഈ മാസം 3200 രൂപ വിതരണം ചെയ്യുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൃത്യമായി ആധാർ കാർഡോ അല്ലെങ്കിൽ പെൻഷൻ ID ഉപയോഗിച്ച് മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും. ആദ്യം ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും തുക എത്തിച്ചേരുക. പിന്നീട് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വീടുകളിലേക്ക് നമ്മളുടെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ള വിതരണവും ആരംഭിക്കും. പെൻഷൻ ഗുണഭോക്താക്കളിൽ ആരെങ്കിലും മസ്റ്ററിങ് ചെയ്യുവാൻ ബാക്കിയുണ്ട് എങ്കിൽ കൃത്യമായി ഈ ഒരു 20-ാം തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാവുന്നതാണ്. എല്ലാ മാസവും ഇത്തരത്തിൽ 20-ാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിങ് ചെയ്തുകൊണ്ട് പെൻഷൻ ലഭ്യത നമുക്ക് ഉറപ്പുവരുത്താം. സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണം സംബന്ധിച്ച എല്ലാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്